മുനമ്പത്തെ ഭൂമി തർക്കത്തിൽ വഖഫ് സംരക്ഷണ സമിതി കക്ഷി ചേരുന്നതിനെതിരെ ഫറൂഖ് കോളേജ്. അതേസമയം കൊച്ചിയിൽ വഖഫ് ട്രിബ്യൂണൽ സിറ്റിംഗ് തുടരുന്നു. യഥാർത്ഥ ഉടമ ആരെന്ന് കണ്ടെത്തണമെന്ന് ട്രിബ്യൂണൽ. പാട്ടക്കരാർ ആണോ ഇഷ്ടദാനമാണോ എന്നതിൽ വ്യക്തത വേണമെന്നും ട്രിബ്യൂണൽ പറയുന്നു. കിരൺ കുമാർ ചേരുന്നു വിവരങ്ങളുമായി. കിരൺ, ട്രിബ്യൂണൽ സിറ്റിംഗ് തുടരുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ട്രിബ്യൂണൽ ചോദിക്കുന്നത്? സിറ്റിംഗ് അല്പസമയം മുമ്പ് അവസാനിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ ഫാറൂഖ് കോളേജ്, ഈ ഭൂമി സംരക്ഷണ സമിതി, അതായത് മുനമ്പത്തെ ഭൂമി സംരക്ഷണ സമിതി ഈ കേസിൽ കക്ഷി ചേരുന്നതിനെ ഫാറൂഖ് കോളേജ് എതിർക്കുകയുണ്ടായിരുന്നു. മാത്രമല്ല, പ്രധാനമായിട്ടും ഈ എതിർഭാഗത്തിന്റെ ഒരു വാദം വന്നിരിക്കുന്നത് വഖഫ് ഭൂമി ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. അതായത് മുനമ്പത്തെ ഭൂമി രാജാവിൽ നിന്ന് ഗിഫ്റ്റ് ആയിട്ട് ലഭിച്ചതാണ് എന്നുള്ളൊരു വാദമാണ് ഇവർ പ്രധാനമായിട്ടും ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ ട്രിബ്യൂണൽ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചോദ്യം ഉന്നയിച്ചിരുന്നു. ഇത് ഇഷ്ടദാനം ലഭിച്ചതാണോ അല്ലെങ്കിൽ ലീസാണോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ട്രിബ്യൂണലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ഇത് ഗിഫ്റ്റായിട്ട് ലഭിച്ചതാണ് എന്നുള്ളൊരു വാദം ലഭിച്ചത്. രാജാവ് ഭൂമി ലീസിന് നൽകിയതാവില്ലേ എന്ന മറുചോദ്യം കൂടി കോടതി ചോദിക്കുകയുണ്ടായിരുന്നു. മാത്രമല്ല, സിദ്ദിഖ് സേട്ടിന് എങ്ങനെ ഭൂമി കിട്ടി, അത് ആരിൽ നിന്നാണ് കിട്ടിയത് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താനായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ഇതിന്റെ ഒപ്പം ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന 1992 രേഖകൾ കൊണ്ടുവരണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 1992 രേഖ, 1902 രേഖ ഇത് ലീസാണ് എന്ന തരത്തിലാണ് രേഖയിൽ വ്യക്തമാക്കുന്നതെങ്കിൽ ഈ കേസ് അവസാനിച്ചു എന്ന തരത്തിലുള്ള ഒരു പരാമർശം കൂടി ട്രിബ്യൂണലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ രേഖകൾ വഖഫ് ബോർഡ് തന്നെ കൊണ്ടുവരണം എന്നുള്ളൊരു കാര്യമാണ് ഫാറൂഖ് കോളേജ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ലീസാണെങ്കിൽ ഇത്തരത്തിൽ ഒരു ഭൂമി പോലും വഖഫിന്റെ കൈവശം ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം കൂടി വഖഫ് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് മലബാറിലെ സ്വത്തുവകകൾ അത് കോവിലകങ്ങളുടെയോ അല്ലെങ്കിൽ സ്വരൂപങ്ങളുടെ ആയിരുന്നു. ഇത് പലതവണയായിട്ടാണ് വഖഫ് ബോർഡിന്റെ കൈകളിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇഷ്ടദാനം അല്ലെങ്കിൽ ലീസ് ലഭിച്ചതാണ് എന്ന് വ്യക്തമാക്കിയാൽ മാത്രമായിരിക്കും ഇത് സ്വത്ത് വകകൾ അത് വഖഫിന്റേതാണ് എന്ന് വ്യക്തമാക്കാൻ കഴിയുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് നേരത്തെ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ കേസ് ഇനി വീണ്ടും പരിഗണിക്കുന്നത് ഈ ജനുവരി 25 മാറ്റിയിരിക്കുകയാണ്. ശരി, കിരൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.